സങ്കടങ്ങളിലൂടെയും ദുഃഖത്തിലൂടെയും നിരാശയിലൂടെയും കടന്നു പോകാത്ത മനുഷ്യരില്ല എന്ന് തന്നെ പറയാം. ഒരു മനുഷ്യനും പൂർണ്ണനല്ല എന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ എല്ലാ സ്റ്റേജുകളിലൂടെയും മനുഷ്യൻ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ 100% ആരും സാറ്റിസ്ഫൈഡ് അല്ല, സന്തോഷവാനല്ല എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യർ വിഭിന്ന രീതിയിൽ സങ്കടങ്ങളെ ഉള്ളിലൊതുക്കുന്നവരാണ്. ചില ആളുകൾ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കാറുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഏകാന്തമായ ഒരു സ്ഥലത്തിരുന്ന് ആരും കാണാതെ ആ സങ്കടം കരഞ്ഞു തീർക്കാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില മനുഷ്യർ തൻ്റെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു തീർക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ തൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടാകാം, ഓഫീസിലുള്ളവരോടാകാം, ഫ്രണ്ട്സിനോടാകാം, അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് തോന്നുന്ന ആളുകളോട് തൻ്റെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞു തീർക്കാറുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും മനസ്സിന് റിലാക്സേഷൻ ലഭിക്കുകയും അല്പം ആത്മസംതൃപ്തി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പറഞ്ഞ വ്യക്തി നിങ്ങൾക്ക് സമാധാനം തന്നോ? ആ കാര്യം നടത്തി തരാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടതല്ല എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഏറ്റക്കുറച്ചിലുകളുള്ള മനുഷ്യൻ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, നിരാശകളെല്ലാം ഏകാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിരുന്ന് കരഞ്ഞു തീർക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിനോടോ മറ്റുള്ളവരോടോ തൻ്റെ സങ്കടങ്ങളും നിരാശകളും പറഞ്ഞ് മനസ്സിന് സമാധാനം കണ്ടെത്തുക എന്നുള്ളതല്ല. പകരം നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയോട് പറയുക എന്നുള്ളതാണ്. എപ്പോഴാണ് നിങ്ങളുടെ പ്രെയർ ടൈം? എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ എല്ലാം ദൈവത്തോട് പറയുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ജേണൽ എഴുത്താണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പുസ്തകത്തിലോ ഒരു പേപ്പറിലോ നിങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ എഴുതി തീർക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് ഈശ്വരന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഈശ്വരനോട് പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വരൻ അതിന് മറുപടി തരും എന്നുള്ളതാണ്. ഒരുപക്ഷെ വൈകിയേക്കാം. ചില ആളുകൾ ഒട്ടും ക്ഷമയില്ലാത്തവരാണ്. അപ്പോൾ തന്നെ തനിക്കെല്ലാം ലഭിക്കണം എന്നുള്ള മനോചിന്താഗതിക്കാരാണ്. എന്നാൽ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഈശ്വരനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ ദുഃഖങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് മറുപടി ലഭിക്കും എന്നുള്ളതാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.